കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാന ആക്രമണ വിഷയത്തിൽ പ്രതിഷേധം ശക്തം. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ആറളത്തെത്തിയപ്പോൾ പ്രതിഷേധക്കാർ ആംബുലൻസ് തടഞ്ഞു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി KO ശശിധരൻ ചേരുന്നു. ശശിധരൻ, എന്തൊക്കെയാണ് അവിടുത്തെ വിശദാംശങ്ങൾ? ആറളം ഫാമിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ച 13-ാം ബ്ലോക്കിലെ വെള്ളിയുടെയും നീലയുടെയും മൃതദേഹം വൈകുന്നേരത്തോടെ 13-ാം ബ്ലോക്കിലെ സംസ്കരിക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആറളത്തേക്ക് ആംബുലൻസിൽ മൃതദേഹങ്ങൾ കൊണ്ടുവന്നത്. വഴിയിൽ വെച്ച് കീഴ്പള്ളിയിൽ വെച്ച് പ്രതിഷേധക്കാർ ആംബുലൻസ് തടയുകയുണ്ടായി. വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. പോലീസ് നിയന്ത്രിച്ചുകൊണ്ടാണ് പ്രതിഷേധം കുറച്ചത്. എന്നിരുന്നാലും ജനപ്രതിനിധികളും മറ്റ് രാഷ്ട്രീയ നേതാക്കളും ഒക്കെ തന്നെ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനപ്രതിനിധികളെയും മറ്റും തടയുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായി. ഇന്ന് അല്പസമയത്തിനകം ആറളത്ത് വെച്ച് മന്ത്രി AK ശശീന്ദ്രന്റെ സാന്നിധ്യത്തിൽ സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. സർവകക്ഷി യോഗത്തിന് ശേഷം നടപടികൾ സംബന്ധിച്ച കാര്യങ്ങൾ മന്ത്രി വിശദീകരിക്കും. രാവിലെ കണ്ണൂർ കലക്ടറേറ്റിൽ ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗവും ചേർന്നിട്ടുണ്ടായിരുന്നു. കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകുന്ന ആദ്യ ഗഡുവായി കുടുംബത്തിനുള്ള 5 ലക്ഷം രൂപ വീതമുള്ള തുക ഇന്ന് തന്നെ നൽകുന്നുണ്ട്. ബാക്കി തുക അടുത്ത ദിവസം നൽകുമെന്നാണ് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുള്ളത്.